ഭാഗോടമ്പടിയിലെ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുക. കുടുംബത്തിലെ കാരണവർ തങ്ങളുടെ പേരിലുള്ള വസ്തുവകകൾ പിൻതലമുറകൾക്ക് യഥാസമയം നീതിപൂർവം വീതിച്ചു കൊടുത്ത് കുടുംബസമാധാനം പുലർത്തുന്നതിനും ഉത്തരവാദിത്വം പങ്കുവയ്ക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീതം വയ്ക്കൽ മക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾ, ബലഹീനതകൾ തുടങ്ങിയവ കണക്കിലെടുക്കേണ്ടതും മക്കൾ തമ്മിൽ തെറ്റിദ്ധാരണകളും ഭിന്നിപ്പുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുമാണ്. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ രോഗശാന്തിക്കായി ദാനധർമ്മം, ദിവ്യകർമ്മങ്ങൾ തുടങ്ങിയവ നടത്തുന്ന കാര്യം ഈ ഭാഗോടമ്പടിയുടെ സന്ദർഭത്തിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചതനുസരിച്ച് വസ്തുക്കൾ വീതം വയ്ക്കുന്ന രേഖകളുമായി കുടുംബനാഥൻ പ്രാർത്ഥനാമുറിയിൽ വരുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഈ മുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നു. കുടുംബനാഥൻ ഭാഗോടമ്പടിയുടെ രേഖ വേദപുസ്തകത്തിന് സമീപം വയ്ക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ വസ്തുവകളെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ വിനിയോഗത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പോരായ്മകൾക്കും ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. പിൻതലമുറയ്ക്കായി അങ്ങ് പങ്കുവയ്ക്കുവാൻ പോകുന്ന ഈ സമയത്ത് ഞങ്ങളെ അങ്ങയുടെ സ്നേഹവും ധാരണയും കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ഭാഗോടമ്പടിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറവുകൾ പരസ്പര ധാരണയോടും സ്നേഹത്തോടും കൂടെ സ്വീകരിക്കുന്നതിന് ഞങ്ങളെ സന്നദ്ധരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സങ്കീർത്തനം 127. ദൈവാനുഗ്രഹമുള്ളവർക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കുന്ന സന്തോഷ സംതൃപ്തിയെക്കുറിച്ച് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്ന ഭാഗം നമുക്ക് ആവർത്തിക്കാം. കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ ഏറ്റവും ഭാഗ്യവാനാകുന്നു. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവർ വയ്ക്കുമ്പോൾ നീ ഭാഗ്യവാനാകുന്നു. വളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി പോലെ ഭാര്യ നിൻ്റെ ഭവനത്തിൽ ശോഭിക്കും. തഴുത്തു വരുന്ന സൈത്തുമുളകൾ പോലെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും നിലകൊള്ളും. നിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർശ്രത്തിലെ ഐശ്വര്യം നീ കാണും. മക്കളുടെ മക്കളെ നീ ദർശിക്കും. വേദപുസ്തക വായന. വിജ്ഞാപനം. ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള വസ്തുവകൾ സ്നേഹവികാരങ്ങളെയും സൗഹാർദ്ദങ്ങളോടും കൂടി പങ്കുവെച്ച് അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അബ്രാഹവും സഹോദര പുത്രനായിരുന്ന ലോത്തും തങ്ങളുടെ പിതൃസ്വത്ത് വീതം വയ്ക്കുന്ന വേദപുസ്തക ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. സഹോദരി, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഉൽപ്പത്തി 13:1-12 വരെ. ഈജിപ്തിൽ താമസിച്ചിരുന്ന അബ്രാഹം കന്നുകാലി, സ്വർണം, വെള്ളി എന്നിവയാൽ സമ്പന്നമായിരുന്നു. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായിരുന്ന ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഒരുമിച്ച് വസിക്കുന്നതിന് അവർക്ക് അവിടെ സ്ഥലം മതിയായിരുന്നില്ല. തൽഫലമായി അബ്രാഹമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ ഇടയ്ക്ക് കലഹമുണ്ടായി. തന്നിമിത്തം അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാണല്ലോ, അതിനാൽ ഞാനും നീയും തമ്മിൽ, എൻ്റെ ഇടയിലും നിൻ്റെ ഇടയന്മാരും തമ്മിൽ യാതൊരു കലഹവും ഉണ്ടാകരുത്. ഇതാ, നാട് മുഴുവനും നിൻ്റെ മുമ്പിലുണ്ട്. നീ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാലും നീ ഇടതു ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ വലത്തുഭാഗം സ്വീകരിച്ചുകൊള്ളാം. നീ വലത്തുഭാഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. യോർദാൻ നദീതടങ്ങൾ ലോത്ത് തനിക്കായി തിരഞ്ഞെടുക്കുകയും കിഴക്ക് ഭാഗത്ത് നിന്ന് പിന്മാറുകയും ചെയ്തു. അബ്രാഹാം കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും പരസ്പര സ്നേഹത്തോടും ഒരുമയോടും കൂടി സർവ്വസമ്പത്തിനും കർത്താവായ ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുവകൾ അങ്ങയുടെ
യഥായോഗ്യം കൈകാര്യം ചെയ്യുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിപ്പോൾ നടത്തുന്ന ഭാവോടമ്പടി അങ്ങയുടെ തീരുമാനമായി കരുതി ഉള്ളതുകൊണ്ട് തൃപ്തരാകുവാനും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിതം തുടരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇതിലെന്തെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ തിരുവിഷ്ടമായി കരുതി സംതൃപ്തരാകുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമ്പത്താവുന്ന താലന്തുകൾ കഠിനാധ്വാനം വഴി വർദ്ധിപ്പിക്കുവാനും അങ്ങനെ നിത്യസമ്മാനത്തിന് അർഹരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രത്യാശയോടുകൂടി ചേരുന്ന ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർക്ക് സ്നേഹവും ബഹുമാനവും ഉദാരമായ സഹായവും നൽകുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കഠിനാധ്വാനം വഴിയും മിതവ്യയം വഴിയും മറ്റും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്കായി കൈമാറിയ വസ്തുവകൾ ഓരോന്നും തന്നെ നഷ്ടപ്പെടുത്താതെ അങ്ങയുടെ മഹത്വത്തിനും പൊതുനന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാനൊക്കെ ഭാവനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സമ്പാദികൾ വിറ്റ് ദാനം ചെയ്യുവിൻ. ഒരിക്കലും പഴകാത്ത മടസഞ്ചിയും അക്ഷയമായ നിക്ഷേപവും സ്വർഗത്തിൽ സമ്പാദിക്കുവിൻ. അവിടെ കള്ളന്മാർ കടക്കുകയില്ല, പുഴുതിന്ന് നശിപ്പിക്കുകയുമില്ല എന്ന് അരുളി ചെയ്ത ദൈവനാഥ, അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുന്ന പൈതൃകം അങ്ങയുടെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി വിനിയോഗിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ആദ്യമായി ദൈവരാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, അപ്പോൾ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ പൈതൃകമായ പരിപാലനയാൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.